സർ, പ്രേമനെ ക്രോസ് ചെയ്ത് പോയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ഫോളോ ചെയ്യണം. ഓക്കെ സർ. സ്റ്റേറ്റിലെ എല്ലാ കോളേജുകളിലെയും മത്സരാർത്ഥികൾ പങ്കെടുക്കുന്ന സ്പോർട്സ് മത്സരങ്ങൾ ആരംഭിക്കുകയാണ്. ആവേശോജ്വലമായ ഈ സ്പോർട്സ് മത്സരങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ലോങ് ജമ്പ് മത്സരമാണ്. റെഫറി ഇപ്പോൾ അളവെടുക്കോ. ഇപ്പോൾ ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഡിസ്കസ് ത്രോ മത്സരം. ഗ്രൗണ്ടിന്റെ വടക്ക് ഭാഗത്തായി ഇപ്പോൾ ഷോട്ട് പുട്ട് മത്സരം നടന്നുകൊണ്ടിരിക്കുന്നു. മീറ്റർ ഓട്ടത്തിന്റെ ഫൈനൽ റൗണ്ട് ആരംഭിക്കുന്നു. ചെസ് നമ്പർ 442, ട്രാക്ക് നമ്പർ 1. പ്രേം സോമശേഖരൻ, ചെസ് നമ്പർ 501, ട്രാക്ക് നമ്പർ 2. രാജേന്ദ്ര പ്രസാദ്. സർ, പ്രേം എവിടെയാണ്? പെട്രോൾ തീർന്നു സർ, അതാ നേരം വൈകി. ചെസ് നമ്പർ 458, മാധവൻ, ട്രാക്ക് നമ്പർ 6. എല്ലാ മത്സരാർത്ഥികളും സർ, ഒരാളെത്തിയില്ല. 2 മിനിറ്റ് സർ. നോ ദേവൻ, ഞാൻ ഓൾറെഡി ഇൻഫോം ചെയ്തു. സമയമായി, നമുക്ക് തുടങ്ങിയേ പറ്റൂ. സർ പ്ലീസ് സർ. നോ. അയ്യോ സാർ, എന്ത് പറ്റി സാർ? ഈ മത്സരത്തിന് ശേഷം അടുത്തതായി 500 മീറ്റർ റിലേ. ഓക്കെ സർ. On your mark. Set. പുരുഷന്മാരുടെ 100 മീറ്റേഴ്സ് ഹഡിൽസ് മത്സരം ആരംഭിച്ചിരിക്കുന്നു. ഈ മത്സരത്തിൽ പങ്കെടുത്ത ഫസ്റ്റും സെക്കൻഡും നേടുന്നവർക്ക് അടുത്ത മാസം കൊൽക്കത്തയിൽ നടക്കുന്ന നാഷണൽ ഗെയിംസിൽ പങ്കെടുക്കാവുന്നതാണ്. Yes. Thank you sir. Prem 18.88 sir. വേണ്ട, ഇങ്ങ് വാടാ. വാ. താങ്ക് യു. ഇപ്പോൾ നമ്മുടെ ബഹുമാന്യനായ ഡിസ്ട്രിക്ട് കളക്ടർ അവറുകൾ സ്പോർട്സ് മത്സരങ്ങളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവരെ അനുമോദിക്കുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ വിക്ടോറിയ കോളേജിൽ നിന്നും എത്തിയ പ്രേം സോമശേഖരൻ ഹഡിൽസ് മത്സരത്തിൽ അദ്ദേഹത്തിന്റെ തന്നെ ദേശീയ റെക്കോർഡ് മറികടന്നിരിക്കുകയാണ്. ഈ നേട്ടങ്ങൾക്കെല്ലാം എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ദേവൻ, നിങ്ങളുടെ സ്റ്റുഡന്റിന് നല്ല ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. അവന്റെ ഓരോ ജമ്പും നല്ല നുവാൻസസും ഉണ്ടായിരുന്നു. കൺഗ്രാറ്റ്സ്. താങ്ക് യു സർ. 12 വർഷം കൊണ്ട് ട്രെയിൻ ചെയ്യാം. ഒരു തവണ പോലും അവൻ കപ്പ് വാങ്ങാതെ തിരിച്ചു വന്നിട്ടില്ല. എല്ലാ ഈശ്വരന്റെ. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്. 100 മീറ്റേഴ്സ് ഹഡിൽസ് ഫസ്റ്റ് പ്രൈസ് പ്രേം സോമശേഖരൻ, തൃശൂർ. സെക്കൻഡ് പ്രൈസ് സോളമൻ, കോഴിക്കോട്. തേർഡ് പ്രൈസ് സുരേഷ് കുമാർ, കണ്ണൂർ. ഷോട്ട് പുട്ട് ഫസ്റ്റ് പ്രൈസ് രതീഷ്, തൃശൂർ. ലോങ് ജംപ് ഫസ്റ്റ് പ്രൈസ് രാകേഷ്, തൃശൂർ. ഡിസ്കസ് ത്രോ ഫസ്റ്റ് പ്രൈസ് രതീഷ്, തൃശൂർ.
ഒന്ന് നിക്കടോ, സാറിന്റെ അടുത്ത് സംസാരിച്ചിട്ട് വരാം. എന്താ ഇത്ര ധൃതി? ഓക്കെ അളിയാ. ഹലോ, എന്താ അളിയാ? ഞാൻ വെറും 3 ബിയർ അടിച്ചിട്ടുള്ള അളിയാ. കിക്കേ ആയില്ലടാ, വെറും പൊട്ടച്ചെറുക്കായി പോയടാ. ഇപ്പോഴേ നല്ല ഫിറ്റാണ് തോന്നുന്നല്ലോ. നീ നിന്റെ അച്ഛന്റെ അടുത്താണ് സംസാരിക്കുന്നേ. ഇത് തന്തപടിയായിരുന്നോ? എന്താ ഇത്? എന്താ മോളെ, ഹോംവർക്കാ? എന്താടി ഇങ്ങനെ നോക്കണേ? എപ്പോഴും പറയുന്ന ചെയ്യുന്നതൊന്നും. എടി, നിന്റെ അച്ഛനോട് കഴിക്കാൻ പറ. അതേ, ഞാൻ SP ഓഫീസിലെ മീറ്റിംഗ് കഴിഞ്ഞപ്പോ അവിടുന്ന് കഴിച്ചു. അയ്യോ, എന്താടി ഒരുമാതിരി മോന്ത വീർപ്പിച്ച് നടക്കണത് നീ? അതെ അതെ, റെഡിയായിരിക്കും, ഗ്രൗണ്ടിൽ പോവാന്ന് പറഞ്ഞിട്ട് വരുന്ന സമയം നോക്ക്. എന്താ അത്? പ്രാക്ടിക്കൽ ക്ലാസ് അടക്കം വേണ്ടെന്ന് വെച്ചിട്ട് ഏട്ടൻ വിൻചേട്ടനെ കാണുന്ന എത്ര ആഗ്രഹിച്ചെന്നറിയോ? എന്താടി നീ പറയണത്? അവൻ ജയിക്കുമെന്ന് നിനക്കറിയില്ലേ? ജയിക്കുവാണെങ്കിൽ ഞങ്ങളെല്ലാം നേരിട്ട് പോയി കാണണ്ടേ? എടി, എന്റെ മോൻ ഇവിടെ ജയിക്കുന്നത് സംഭവമൊന്നുമല്ല. ഒരു ദിവസം അവൻ ഇന്ത്യക്ക് വേണ്ടി ജയിക്കൂടി. അപ്പൊ നമുക്ക് എല്ലാവർക്കും പോയി കാണാം. അമ്മേ, ഏട്ടൻ വന്നു. നിക്ക്, വരരുത്. എന്താ മോനെ ലേറ്റ് ആയേ? അത് വരുന്ന വഴിയില് ചാൾസിന്റെ വീട്ടിൽ കയറിയിട്ട് വന്നത്. ഇത് 56-മത്തെയാ. എല്ലാവരുടെയും കണ്ണ് എന്റെ മോന്റെ മേലായിരിക്കും. കോച്ച് ഫോൺ ചെയ്തിരുന്നതാ. അച്ഛാ, നാഷണൽ റെക്കോർഡാണല്ലേ? അതെ. എത്രയാടാ സമയം? 1390. 13.88. പോ. പ്രേം, കഴിക്കാവാ മോനെ? മദ്യപാനവും പുകവലിയും നിർത്തിയ ഇനിയും സമയം കുറച്ച് കിട്ടൂടാ നിനക്ക്. മദ്യപാനം വലിയ പ്രശ്നമല്ലടാ, പുകവലി സ്പോർട്സ്മാന് തീരെ പാടില്ല എന്നാ. രാത്രി 11 മണിക്കുള്ള അഡ്വൈസ് നോക്കിക്കേ. കുടിക്കുന്ന കുഴപ്പമില്ലെന്ന്. നന്നായത് തന്നെയാ, നല്ല പിള്ളേരെ കൂടെ നശിപ്പിക്കാനായിട്ട്. നീ കഴിക്കും മോനെ. ഹലോ. എടാ, ഒന്നിനും കൊള്ളാത്തവനെ, നീ ചോറല്ലേ തിന്നുന്നത്? എപ്പൊ നോക്കിയാലും പെണ്ണുങ്ങളുടെ നമ്പറിലേക്ക് ഫോൺ വിളിച്ചോണ്ടിരിക്കുന്നു. എന്റെ കയ്യിൽ വല്ലതും കിട്ടട്ടെ, നിന്നെ ഞാൻ പീസ് ആക്കോടാ. റോങ് നമ്പറാ ഫോൺ. എന്ത് റോങ് നമ്പറോ? നമ്പർ കറക്റ്റ് ആണല്ലോ, റോങ് നമ്പറാന്ന് പറയുന്നു. ഒന്നുകൂടെ ട്രൈ ചെയ്യാം. ആരാടാ ഈ സമയത്ത് വിളിച്ച്? ഇത് എവിടെയാ വെച്ച? മിണ്ടാതിരുന്ന് വെട്ടി വിഴുങ്ങുന്ന കണ്ടില്ലേ? നോക്കമ്മേ. ഇഡ്ഡലി വെച്ചിരുന്ന കഴിച്ചോ മോനെ? ആ, കഴിച്ചോ അമ്മേ. തേങ്ങാ ചട്നി എങ്ങനെ ഉണ്ടായിരുന്നു പറഞ്ഞേ ഇല്ലല്ലോ നീ. ഭയങ്കര സംഭവമായിരുന്നു. ഇന്നലത്തെക്കാളിലും നല്ലത്. ശരിയെന്നാ അമ്മേ, ഇറങ്ങാ. സൂക്ഷിച്ചു പോ. പോയിട്ട് വരാമേ. ബൈ. എടി, രാത്രി അവന് ഞാൻ കണക്കിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവൻ നിന്നെ ഡിസ്റ്റർബ് ചെയ്തിട്ടില്ലല്ലോ. കോപ്പ അവൻ എത്ര തവണ SMS ചെയ്തിരിക്കണെന്ന് കണ്ടോ? രാത്രി 11 മണിക്ക് ശേഷം എത്ര കോളോ വന്നെന്നറിയോ? എന്ത്? ഞാൻ അത്ര വൃത്തികേടായിട്ട് സംസാരിച്ചിട്ടും പിന്നെ അവൻ നിന്നെ ഫോൺ വിളിച്ചോ? എടി, നീ തന്നത് ഈ നമ്പർ തന്നെയല്ലേ? 9962800713. അല്ല, ഇതെന്താ? ഞാൻ 20 അല്ലേ പറഞ്ഞ, നീ 00 കേട്ടത്. അയ്യോ, ആരാന്നറിയാതെ ഞാൻ എന്തൊക്കെയോ ചീത്ത വിളിച്ചടി. അങ്ങനെ നീ എന്താ പറഞ്ഞത്? എന്തോന്നാ കളിയത്? ചെവിയൊക്കെ പൊട്ടി ഇയർഡ്രമൊക്കെ പുറത്തു വരെയുള്ളൂടാ ഇവളുടെ തെറിപ്പാട്ട് കേട്ട് കഴിഞ്ഞാ. ഇവളെങ്ങനെ വെറുതെ വിട്ട് തളിയാ? കേട്ടില്ലേ?
ഇപ്പൊ ഞാൻ അവളെ വിളിക്കാൻ പോവാ. എടി ആ നമ്പറിന്ന് കോൾ വരുന്നു. ഞാനിപ്പോ എന്താ ചെയ്യാ? സ്വിച്ച് ഓഫ് ചെയ്തളിയാ. എന്നൊരു കാര്യം ചെയ്യ്, ഒരു ചായക്ക് പറ, ആലോചിക്കട്ടെ. ആ ഫോൺ അവള് സ്വിച്ച് ഓഫ് എന്തോ? ചെയ്തിരിക്കുന്നു. അപ്പൊ നമ്മൾ ഇനി ടീ. എന്താ കളിയാക്കല്ലേ? ചായ ചേട്ടനോട് പറടാ. അതെങ്ങനാടാ രാവിലെ ഇങ്ങോട്ട് വരുമ്പോ ഒന്നും കഴിക്കാതാണോ വരുന്നേ? പോക്കറ്റിലാണെങ്കിൽ കാശുമില്ല. ചേട്ടാ ഒരു സിഗരറ്റ് തന്നെ. ഇല്ലടാ, കടയിലില്ലയോ? അതെ എനിക്ക് മാത്രം തരില്ലെന്നോ? നിനക്ക് മാത്രം തരില്ല. നീയേ എനിക്ക് 1330 ബാക്കി തരണം. എപ്പ തരും? തരാനുള്ള 10 പൈസ ചോദിച്ച പമ്മി അങ്ങ് പോയാ മതി. അളിയാ നീ എന്തായാലും ജയിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. നാഷണൽ ടൈമിംഗ് ബ്രേക്ക് ചെയ്യുമെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല. Thanks. അളിയാ, പ്രേമിന്റെ വിജയം ആഘോഷിക്കുന്നതിന് വേണ്ടി ക്യാൻറ്റീനിൽ വെച്ച് ഇന്ന് എന്റെ വക ട്രീറ്റ്. എത്ര നേരമായിട്ടാണ് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്? ഹായ് പ്രേം, സുഖം ഹായ്. തന്നെയല്ലേ? ഇത്രയുള്ളൊരു സമോസയെ ഒറ്റ വായിക്ക് എങ്ങനെ വിഴുങ്ങുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. പോടാ പട്ടി. നീ പൊടി. ഓസിന് പെപ്സിയും പപ്സും കഴിച്ചിട്ട് അവളുടെ വായിന്റെ നീളം കണ്ടില്ലേ? എന്തിനാടാ എപ്പോ നോക്കിയാലും പെമ്പിള്ളേരെ വായിന്ന് ഓരോന്ന് കേൾക്കണം. ഓ, ഒരു പുണ്യാളം വന്നിരിക്കുന്നു. നീ പോടാ. ഹേയ് അതൊന്നുമില്ലടാ. ഇവൻ കുറെ കാലമായിട്ട് എബോവ് 35 നോക്കി ബിലോ 23 കാണാതായി അല്ലടാ. ഓഫ് കോഴ്സ് നേതാവേ. എടി അയ്യോ, പിന്നെ ആ നമ്പറിന്ന് കോൾ വരുന്നടി. പേടിയാവുന്നു. ഒരു തവണ അറ്റൻഡ് ചെയ്തിട്ട് സോറി പറഞ്ഞോ? ഹലോ, സോറി സർ. എന്ത് സോറി എന്നോ? അല്ല സർ, എന്റെ ഫ്രണ്ടിന്റെ നമ്പറിലേക്ക് ആരാന്ന് തന്നെ അറിയില്ല. ദിവസവും നൈറ്റ് ഫോൺ ചെയ്ത് വൃത്തികേടായിട്ട് സംസാരിക്കുന്നു. ആണോ? നീ സംസാരിച്ചതോ? അല്ല, അയാളെ ചീത്ത പറയുന്നതിന് പകരം നിങ്ങളുടെ നമ്പർ എന്റെ ഫ്രണ്ട് മാറ്റി തന്നതാ. പ്ലീസ് പ്ലീസ്, സോറി സർ. എന്തെന്ത് സോറി എന്നോ? ഹലോ, അറിയാതെ ചെയ്യുന്ന തെറ്റിനെയാണ് സോറി പറയുന്നത്. അറിഞ്ഞു ചെയ്യുന്ന തെറ്റിന് മാപ്പ് അറിയിക്കുന്നില്ല. നീ ആദ്യത്തെ പ്രാവശ്യം വിളിക്കുമ്പോ തന്നെ ഞാൻ പറഞ്ഞില്ലേ റോങ് നമ്പർ ആണെന്ന്. അതിനുശേഷവും നീ വിളിച്ച് എന്താ പറഞ്ഞെന്നറിയാവോ? നീ അവിടെ തന്നെ നിൽക്ക്, ഞാൻ ദാ വരുന്നു. എവിടേക്ക് സർ? ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാ. സർ അങ്ങനെയൊന്നും ചെയ്യല്ലേ സർ. എന്റെ സ്റ്റഡീസ് സ്പോയിൽ ആവും. നിങ്ങൾ എന്നെ എത്ര വേണം ചീത്ത വിളിച്ചോ. ഓ, അതാണോ കാര്യം? ശരി, ബാക്കി കാര്യങ്ങൾ പിന്നെ പറയാം. ആദ്യം എന്റെ നമ്പറിന് ഒരു 100 രൂപയ്ക്ക് ടോപ്പപ്പ് ചെയ്യും. സർ. ഓക്കെ സർ, ഓക്കെ സർ. പറയാളിയാ, ലണ്ടനിൽ ക്ലൈമറ്റ് ഒക്കെ എങ്ങനെ ഉണ്ട്? ബാലൻസ് കുറെ ഉണ്ടറാ, നീ സംസാരിക്കേ. ഓ, ഇവിടെ ഭയങ്കര വെയിലാണെന്നേ. ഇവരെന്താ വാനത്തേക്ക് നോക്കി നടന്ന് ഇങ്ങനെ കാലാവസ്ഥ നിരീക്ഷകനാകാൻ പോവാണ്? അവന് ടോപ്പപ്പ് ചെയ്ത് ഇവള് പെരുവഴിയിലാവുന്ന തോന്നണേ. അല്ലല്ല, ഇന്നത്തെ എക്സാം ഹലോ രമ്യ, എന്താ? പൈസ എനിക്ക് 300 രൂപ തന്നെ. ആ ശരി, തരാം. ഇതാ. താങ്ക് യു. ഓക്കെ. എല്ലാം നീ ആയിട്ടാ. നീ തെറ്റായി ഡയൽ ചെയ്തന്നെ ഞാൻ എന്ത് ചെയ്യാനാ മോളെ? ഇതൊക്കെ നിനക്ക് ആവശ്യമുണ്ടോന്ന്? ഷേ, എത്ര രൂപയ്ക്കാ സർ ചെയ്യണ്ടേ? ഫോൺ എടുക്കാൻ എത്ര നേരം? വണ്ടി ഓടിച്ചോണ്ടിരിക്കായിരുന്നു. ഓഹോ, വണ്ടിയൊക്കെ ഉണ്ടോ നിനക്ക്? നിന്റെ അച്ഛൻ എന്ത് ജോലിയാ ചെയ്യുന്നത്? സ്റ്റേറ്റ് ബാങ്കിൽ മാനേജറാ. മാനേജറാണോ? എവിടെയാ?
കൊച്ചിയില്. ഓ കൊച്ചിക്കാരിയാണല്ലേ. ഹൂ, ആ അതിരിക്കട്ടെ. നിന്റെ പേരെന്താന്നാ പറഞ്ഞ? ഗായത്രി. ഗായത്രി. നൈസ് നെയിം. ആ പിന്നൊരു കാര്യം, എനിക്ക് നിന്നോട് സംസാരിക്കണം തോന്നിയാലേ ഞാൻ കോൾ ചെയ്യും. 5 പ്രാവശ്യം അടിക്കുന്നതിന് മുമ്പേ നീ എടുക്കണം. എടുത്തില്ലെങ്കിലുണ്ടല്ലോ നീ സംസാരിച്ചതൊക്കെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കേൾപ്പിക്കും. മനസ്സിലായല്ലോ? ആ പിന്നൊരു കാര്യം, വോഡഫോണിൽ പുതിയൊരു ഓഫർ വന്നിട്ടുണ്ട്. ഫുൾ ടോക്ക് ടൈം 500 രൂപയ്ക്ക്. ഇപ്പൊ ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ, ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ചെയ്താൽ മതി. ആ ഇപ്പൊ ഞാൻ ബിസിയാണ്, പിന്നെ സംസാരിക്കാം കേട്ടോ. ബൈ. ടോർച്ചർ. ആ നീയാണോ? പറയടി. എടി, ആ റോങ് നമ്പറിൽ സംസാരിച്ചതിന് ആരാന്ന് കണ്ടുപിടിച്ചു. എന്റെ പഴയ വീട്ടോണറിന്റെ മോനാ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ആള് സുന്ദരനാട്ടോ. അവനാടി നിന്റെ നമ്പറിൽ വിളിച്ച് കളിയാക്കുന്നത്. ടോർച്ചർ ചെയ്യാതെ ഫോൺ വെക്കടി. ക്യാഷ്. എന്തു പറ്റിയടി? ഞാൻ ചോദിച്ചതിന് വല്ല മറുപടി പറഞ്ഞോ നീ? ഹലോ. ആഹാ, പറഞ്ഞ പോലെ 5ാമത്തെ റിംഗിൽ എടുത്തല്ലോ. വെരി ഗുഡ്. പറയൂ സർ. ഒന്നുമില്ല, സംസാരിക്കണം തോന്നി. പിന്നെ മൊബൈലിൽ കുറെ ബാലൻസ് ഉള്ളതുകൊണ്ടേ തീരുന്നില്ലെന്നേ. ആണല്ലോ, എന്റെ പൈസ തനിക്കെന്താ? ഏത് സമയം നോക്കിയാലേ ഫോണിൽ തന്നെയാ. എടി, മോളിൽ തുണി ഉണക്കാനിട്ടുണ്ട്, പോയി എടുത്തോണ്ട് വാ. വീട്ടില് കുറച്ച് ജോലിയുണ്ട്, ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കട്ടെ സർ. ഓ അങ്ങനാണോ? ആ ശരി ശരി, ഒരു 5 മിനിറ്റ് സംസാരിച്ചിട്ട് വെച്ചോ. ഉണങ്ങാത്ത തുണി ഉണ്ടെങ്കിൽ അവിടെ തന്നെ ഇട്ടേക്ക്.